2026 ഏപ്രിൽ മാസം ഇന്ത്യൻ വാഹന വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം മാത്രമല്ല, മറിച്ച് വൻതോതിലുള്ള സാങ്കേതിക വിപ്ലവത്തിന്റെയും നയപരമായ മാറ്റങ്ങളുടെയും ഒരു പുതിയ അധ്യായമാണ്. നിരത്തുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദമായ ഇന്ധന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ നടപ്പിലാക്കുന്ന കർശനമായ പരിഷ്കാരങ്ങൾ വാഹന ഉടമകളെയും നിർമ്മാതാക്കളെയും ഒരുപോലെ ബാധിക്കുന്നവയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ സാധാരണക്കാരൻ്റെ വാഹനങ്ങളിലേക്കും വ്യാപിക്കുന്ന കാഴ്ചയാണ് ഈ ഏപ്രിൽ മുതൽ നാം കാണുന്നത്. കേവലം യാത്രാ സൗകര്യത്തിനപ്പുറം വാഹനങ്ങൾ കൂടുതൽ ബുദ്ധിശക്തിയുള്ളതും അതുപോലെ സുരക്ഷിതമായതുമായ യന്ത്രങ്ങളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വാഹന ഉടമയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. വാഹന ഉടമകളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാറുകളുടെ വിലയിലുണ്ടാകുന്ന വർധനവ്. എല്ലാ വർഷവും ഏപ്രിലിൽ വില കൂടുന്നത് പതിവാണെങ്കിലും ഇത്തവണത്തെ വർധനവിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ആഗോളതലത്തിൽ വാഹന നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടായ കുതിച്ചുചാട്ടം തന്നെയാണ് ഇതിൽ പ്രധാനം. ഉരുക്ക്, അലുമിനിയം, ലിഥിയം തുടങ്ങിയവയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതോടെ നിർമ്മാതാക്കൾ ആ ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ നിർബന്ധിതരായിരിക്കുകയാണ്. BMW, മിനി തുടങ്ങിയ ആഡംബര ബ്രാൻഡുകൾ 2% വരെ വില വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണ കാറുകൾക്കും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. പുതുതായി നടപ്പിലാക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളും എഞ്ചിൻ പരിഷ്കാരങ്ങളും വാഹനത്തിന്റെ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ചതും വിലക്കയറ്റത്തിന് മറ്റൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇന്ത്യൻ നിരത്തുകളിലെ സുരക്ഷാ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന വലിയൊരു ചുവടുവെപ്പാണ് എഡാസ് അഥവാ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം നിർബന്ധമാക്കിയ നടപടി. 8 സീറ്റിലധികമുള്ള യാത്രാ വാഹനങ്ങൾ, ബസ്സുകൾ, ട്രക്കുകൾ എന്നിവയ്ക്ക് ഏപ്രിൽ 1 മുതൽ ഈ സംവിധാനം നിർബന്ധമാണ്. വാഹനാപകടങ്ങളിൽ ഭൂരിഭാഗവും സംഭവിക്കുന്നത് ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ പെട്ടെന്നുള്ള തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടോ ആണെന്ന തിരിച്ചറിവിലാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ നിയമമാക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് അഡ്വാൻസ്ഡ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. വാഹനത്തിന് മുന്നിൽ പെട്ടെന്ന് ഒരു തടസ്സം പ്രത്യക്ഷപ്പെടുകയും ഡ്രൈവർ ബ്രേക്ക് ചെയ്യാൻ വൈകുകയും ചെയ്താൽ വാഹനം തനിയെ ബ്രേക്ക് ഉപയോഗിച്ച് അപകടം ഒഴിവാക്കുന്നു. ഡ്രൈവർക്ക് ഉറക്കം വരികയോ ശ്രദ്ധ മാറുകയോ ചെയ്താൽ മുന്നറിയിപ്പ് നൽകുന്ന ഡ്രൈവർ ഡ്രോസിനസ് വാർണിംഗ് സിസ്റ്റം ദീർഘദൂര യാത്രകളിൽ വലിയ അനുഗ്രഹമായി മാറും. വരിതെറ്റി വാഹനം ഓടുമ്പോൾ നൽകുന്ന ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് സിസ്റ്റവും ഡ്രൈവർക്ക് കാണാൻ കഴിയാത്ത ഭാഗങ്ങളിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ബ്ലൈൻഡ് സ്പോട്ട് ഇൻഫർമേഷൻ സിസ്റ്റവും ഇന്ത്യൻ നിരത്തുകളിലെ മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ധന രംഗത്ത് വരാനിരിക്കുന്ന മാറ്റം സാങ്കേതികമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. രാജ്യത്തെ എല്ലാ പെട്രോൾ പമ്പുകളിലും 95 റോൺ ഒക്ടെയ്ൻ റേറ്റിംഗ് ഉള്ള പെട്രോൾ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. ഉയർന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് ഉള്ള ഇന്ധനം ഉപയോഗിക്കുന്നത് വഴി വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തനം സുഗമമാകുകയും പെർഫോമൻസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ രാജ്യമൊട്ടാകെ ലഭ്യമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും വിദേശ നാണ്യ ലാഭത്തിനുമായി സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പഴയ വാഹന ഉടമകളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. 2023 ശേഷം നിർമ്മിച്ച വാഹനങ്ങൾ E20 ഇന്ധനത്തിന് അനുയോജ്യമാണെങ്കിലും അതിനു മുൻപുള്ള വാഹനങ്ങളിൽ ഇത് ഉപയോഗിക്കുമ്പോൾ മൈലേജിൽ 3 മുതൽ 7% വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയ എഞ്ചിനുകളുടെ ഈടുനിൽപ്പിനെ ഇത് ബാധിക്കുമെന്ന ആശങ്ക പരിഹരിക്കാനായി പഴയ വാഹനങ്ങൾക്കായി പ്രത്യേക കൺവേർഷൻ കിറ്റുകളും വിപണിയിൽ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി ടോൾ പ്ലാസകൾ 100% അത് ക്യാഷ്ലെസ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഫാസ്ടാഗ് വഴിയോ അല്ലെങ്കിൽ പുതിയ UPI അധിഷ്ഠിത പേയ്മെൻറ്റുകൾ വഴിയോ മാത്രമേ ഇനി ടോൾ നൽകാൻ കഴിയൂ. പണമായി ടോൾ സ്വീകരിക്കുന്നത് നിർത്തലാക്കിയതോടെ ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണമില്ലാതെ ടോൾ പാതയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് വലിയ തുക പിഴയായി നൽകേണ്ടി വരും. ഇതുകൂടാതെ ട്രാഫിക് നിയമ ലംഘനത്തിനെതിരെയുള്ള നടപടികൾ കൂടുതൽ കർശനമാക്കിയിട്ടുമുണ്ട്. ഹെൽമറ്റ് ഉപയോഗം, സീറ്റ് ബെൽറ്റ് ധരിക്കൽ എന്നിവ കർശനമായി പരിശോധിക്കുന്നതിനോടൊപ്പം മദ്യപിച്ചുള്ള ഡ്രൈവിംഗിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ഹൈവേകളിൽ സ്ഥാപിച്ചിട്ടുള്ള നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറകൾ നിയമലംഘനങ്ങൾ തത്സമയം തിരിച്ചറിഞ്ഞ് ഉടമകൾക്ക് നേരിട്ട് ചലാൻ അയക്കുന്ന രീതി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ജീവനക്കാർക്ക് കമ്പനികൾ നൽകുന്ന കാറുകളുടെ നികുതി ഘടനയിൽ വരുത്തിയ മാറ്റമാണ് ഈ സാമ്പത്തിക വർഷത്തെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പുതിയ ഇൻകം ടാക്സ് നിയമങ്ങൾ പ്രകാരം കമ്പനി വക കാറുകൾ ഉപയോഗിക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് പലരുടെയും കൈവശം ലഭിക്കുന്ന ശമ്പളത്തിൽ നേരിയ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉയർന്ന ശമ്പളക്കാരായ ഉദ്യോഗസ്ഥരെയാണ് ഈ നികുതി പരിഷ്കാരം കൂടുതൽ ബാധിക്കുന്നത്. കോർപ്പറേറ്റ് ലോകത്ത് ഇത്തരം വാഹന ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിൽ തന്നെ മാറ്റം വരുത്താൻ ഈ നിയമം കാരണമായേക്കാം. ചുരുക്കത്തിൽ 2026 ഏപ്രിലിലെ ഈ മാറ്റങ്ങൾ ഇന്ത്യൻ വാഹന വിപണിയുടെ മുഖച്ഛായ തന്നെ മാറ്റുകയാണ്.
സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ പരിഷ്കാരങ്ങൾ തുടക്കത്തിൽ വാഹന ഉടമകൾക്ക് ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. അപകടങ്ങൾ കുറയുന്നതിലൂടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ കുറയുകയും മെച്ചപ്പെട്ട ഇന്ധനവും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും യാത്രാ അനുഭവം കൂടുതൽ മികച്ചതാക്കുകയും ചെയ്യും. സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെട്ടു പോവുക എന്നതിലുപരി സുരക്ഷിതമായ ഒരു യാത്രാ സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ഈ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യം. വരാനിരിക്കുന്ന നാളുകളിൽ ഹൈവേകളിൽ കൂടുതൽ വേഗതയുള്ളതും അപകടരഹിതവുമാക്കാൻ ഈ മാറ്റങ്ങൾ നമ്മെ സഹായിക്കും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പുതിയ കാർ വാങ്ങാൻ ഒരുങ്ങുന്നവരും നിലവിൽ വാഹനമുള്ളവരും ഈ മാറ്റങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഒരു ആധുനിക യാത്രികൻ എന്ന നിലയിൽ ഈ മാറ്റങ്ങളെ സ്വീകരിക്കുകയും നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നത് വഴി നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടുതൽ സുരക്ഷിതമായ ഒരു ലോകം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.